പാലാ സീറ്റിൽ നിലപാട് കടുപ്പിച്ച് മാണി സി കാപ്പൻ. മുന്നണിയിലേക്ക് ആര് വന്നാലും സീറ്റ് വിട്ടുകൊടുക്കില്ല. പ്രതിപക്ഷ നേതാവിനെ നേരത്തെ നിലപാട് അറിയിച്ചതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഇക്കാര്യം ധരിപ്പിച്ചുവെന്നും മാണി സി കാപ്പൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജോസ് കെ മാണിക്കായി മുന്നണിയിൽ നിലമൊരുക്കാനുള്ള നീക്കങ്ങളുമായി UDF നേതൃത്വം മുന്നോട്ടു പോകുന്നതിനിടെയാണ് മാണി സി കാപ്പൻ നിലപാട് പരസ്യമായി പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവായിട്ടും എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്. ഞാൻ രണ്ടുപേരോടും പറഞ്ഞിരുന്നു, പാലാ വിട്ടുകൊടുത്തിട്ട് കേസില്ല. കുഞ്ഞാലിക്കുട്ടി സാറുമായിട്ട് എനിക്ക് അത്രയും ബന്ധമില്ല. പുള്ളിയെ വ്യക്തിപരമായി പോയി കണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. പാലയുടെ കാര്യത്തിൽ പ്രശ്നവുമില്ല. പിന്നെ മുന്നണി വിപുലീകരിക്കുന്ന എനിക്ക് യാതൊരു എതിർപ്പുമില്ല. 100% സ്വാഗതം ചെയ്യും. ആ തിരുവാമ്പാടി ഓഫർ പള്ളിക്ക് കൊടുത്തൂടെ, ഈ ജോസ് കെ മാണിക്ക് കൊടുത്തൂടെ. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഇപ്പോൾ മാണി സി കാപ്പൻ പരസ്യമായി തന്നെ പാലാ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒടുവിൽ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം വഴങ്ങാനുള്ള സാധ്യത എങ്ങനെയാണ്? എന്താണ് UDF കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന? സ്മൃതി, കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരുന്ന സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് എല്ലാ ഘടകകക്ഷികളും തയ്യാറാകേണ്ടി വരുമെന്ന സന്ദേശം അത് കോൺഗ്രസ് നേതൃത്വം തന്നെ നൽകിയതാണ്. കാരണം കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസിന് നൽകേണ്ടി വരും. അവർ നേരത്തെ അവരുടെ കൈവശമുണ്ടായിരുന്ന സീറ്റുകൾ. കാരണം കേരള കോൺഗ്രസ് എം UDFിലേക്ക് വന്നാൽ അതിന്റെ നേട്ടം UDFിനാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാണി സി കാപ്പൻ പാലാ വിട്ടുകൊടുക്കാതെ ഈ ചർച്ചകൾ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഒരു പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ മാണി സി കാപ്പനുമായി ചർച്ചകൾ നടത്തി ആ കാര്യത്തിൽ ഒരു തീരുമാനമെത്തും. അത് ഒരുപക്ഷെ തിരുവമ്പാടി സീറ്റാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു പരിഗണന നൽകിക്കൊണ്ട് മാണി സി കാപ്പനെ അവിടെ നിന്നും മാറ്റുക എന്ന് തന്നെയാണ് UDFിന്റെ തീരുമാനം. ഏതായാലും ചർച്ചകൾ ഇനിയും താമസിക്കാനുള്ള സാധ്യതയും തള്ളാൻ പറ്റില്ല. കാരണം 16-ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എന്താണ് തീരുമാനം വരുന്നത്, വീണ്ടും വൈകുമോ എന്ന് വ്യക്തമല്ല. അങ്ങനെ വൈകുകയാണെങ്കിൽ അത് UDFിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ കൂടി ബാധിക്കും. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാക്കളുമായി, പ്രത്യേകിച്ച് ജോസ് കെ മാണിയായിട്ടും അടക്കം രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ചകളിലും ചർച്ചകളിലും ഒക്കെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആത്മവിശ്വാസത്തോടെ തന്നെ അവർ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്. നേരെ മറിച്ച് പരസ്യമായി ആ തരത്തിൽ തന്നെയാണ് അഭിപ്രായം പറയുക. കാരണം പരസ്യമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ UDFിന്റെ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം. അത് കാരണം UDFിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കക്ഷിയാണ് കേരള കോൺഗ്രസ്. ഒരു ഘട്ടത്തിൽ ചില ആശയ കുഴപ്പത്തിന്റെ പേരിലാണ് അവർ പുറത്തേക്ക് പോയത്. അവർ തിരിച്ചു വരുന്നതാണ്. അവർ തിരിച്ചു വരുമ്പോൾ ആ നിലയിൽ തന്നെ അവരെ സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. ശരി.